കാരണം അതിൻ്റെ കഥ, ലൊക്കേഷൻ ഇതെല്ലാം ഒന്നും കൂടി നമുക്ക് അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും. അത് ക്യാരക്ടർ ബേസിൽ നോക്കുകയാണെങ്കിൽ ആ കഥാപാത്രങ്ങളൊക്കെ എന്താണ്, ആരാണെന്നൊക്കെ ഒന്നും കൂടി മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത ഈ രണ്ടാമത് കണ്ടപ്പോഴുണ്ടായത്. അഭിനയത്തിലേക്ക് വരികയാണെങ്കിൽ മഞ്ജു വാര്യരുടെ പ്രകടനം ആദ്യം കണ്ടതിനേക്കാളും എനിക്ക് രണ്ടാമത് കണ്ടപ്പോഴാണ് നന്നായിട്ട് തോന്നിയത്. ആദ്യം കണ്ടപ്പോൾ ഞാൻ ആ പടം ഇങ്ങനെ മൊത്തത്തിൽ പോയല്ലേ. പക്ഷേ ചില നടീനടന്മാരെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്താണ് ഈ പടം രണ്ടാമത് ഞാൻ കണ്ടത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എനിക്ക് മഞ്ജു വാര്യരെ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. കാരണം മഞ്ജു വാര്യരുടെ പ്രകടനം നന്നായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ പൃഥ്വിരാജിനാണെങ്കിലും ആദ്യം കണ്ടതിലും കൂടി രണ്ടാമത് കണ്ടപ്പോഴാണ് പൃഥ്വിരാജിൻ്റെ ഒരു കഥാപാത്രം എന്താണെന്ന് മനസ്സിലായത്. അപ്പോൾ കുറച്ചും കൂടി ഇഷ്ടപ്പെടാൻ തോന്നി. അതുപോലെ നന്ദു എന്ന കഥാപാത്രം, പിന്നെ വേറെ ആരൊക്കെയാണ്, പിന്നെ നമ്മുടെ വില്ലൻ്റെല്ല നമ്മുടെ പേര് അല്ലല്ല വില്ലൻ, നമ്മുടെ ചില സമയത്ത് പേര് മറന്നു പോകും. ടൊവിനോ. അപ്പോൾ ടൊവിനോ തോമസ് എന്ന് പറയുന്ന ഇതിനകത്ത് വില്ലനായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് കണ്ട ലൂസിഫർ ഒന്നാം ഭാഗത്തിലെ ഒരു വില്ലനുണ്ടായിരുന്നു, ഭീകര വില്ലൻ. ആ വില്ലൻ്റെ അടുത്തൊന്നും എത്താൻ പറ്റിയില്ലെങ്കിൽ പോലും ടൊവിനോയുടെ രംഗം ഒരു നായക ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു വില്ലനല്ല, ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിലാകുമ്പോൾ അമിതമായിട്ടുള്ള വില്ലത്തരങ്ങളൊന്നും പ്രവൃത്തിയിൽ കാണിക്കാൻ പറ്റില്ല. തമിഴ് സിനിമയിൽ കാണിക്കുന്ന പോലെയൊന്നും നമുക്ക് ഇതിനകത്ത് കാണിച്ചിട്ടില്ല. തമിഴ് സിനിമയിൽ മുഖ്യമന്ത്രിയൊക്കെ റോട്ടിലിറങ്ങി തല്ലുമല്ല. ഇതിൽ അങ്ങനെയുള്ള ഇതില്ല. എന്തായാലും മേക്കിംഗ് ബേസ്, സ്റ്റോറി ബേസ്, മേക്കിംഗ് ബേസ്, സംവിധാനം ഇതെല്ലാം വളരെ നന്നായിട്ടുണ്ട്. ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ഇപ്പോഴും ഈ പടം നിൽക്കുന്ന ഒരു പാൻ ഇന്ത്യൻ ലെവലാണ്. സത്യത്തിൽ ആദ്യം കട്ട് ചെയ്യുന്നതിന് മുമ്പ് കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അനിഷ്ടം തോന്നാമെന്നൊരു മീഡിയ വഴി ഒത്തിരി ആളുകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചേട്ടനെ പോലെ ഒരു പ്രേക്ഷകൻ പറയുന്നത് അനുസരിച്ച് ഈ ഒരു ചിത്രം വീണ്ടും ഹൃദയത്തിൽ കയറി പറ്റി എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ചുകൂടി എനിക്ക് ആസ്വാദ്യമായിട്ട് തോന്നി. കാരണം ഞാൻ ആദ്യം കണ്ടതിലും കട്ട് ചെയ്തൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇല്ല, ഒന്നും ഫീലിംഗ് ഇല്ല. കട്ട് ചെയ്തതിലും തോന്നിട്ടില്ല. അവിടെ എന്തൊക്കെ ആവശ്യമില്ലാത്ത നമുക്ക് തന്നെ ചിലപ്പോൾ ചില പടം കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നാറുണ്ട്. ആ ഒരു സാധാരണ പ്രേക്ഷകനുണ്ടായ ഫീലിംഗ് മാത്രമാണ് എനിക്ക് അപ്പം ഉണ്ടായത്. പക്ഷേ ഇപ്പൊ ഇതിന്റെ കുറച്ചും കൂടി നമുക്ക് രാഷ്ട്രീയമില്ല. 916 ആ ഒരു രീതിയിലേക്ക് 916 പോയി. അതെ, സിനിമ എന്ന് പറയുന്നത് നമുക്ക് സിനിമയുടെ രാഷ്ട്രീയം നമ്മൾ കാണുന്നില്ല. അങ്ങനെ രാഷ്ട്രീയം കാണുന്നവരാണ് അതിനെ പ്രതികരിക്കുക. ഞാൻ സിനിമയിലെ രാഷ്ട്രീയം കാണുന്നതിന് രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നില്ല. ഞാനൊരു എൻജോയ്മെന്റിന് വേണ്ടി സിനിമ കാണുന്നവരാണ്. ആ നിലയിൽ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു എൻജോയ്മെന്റിന് പറ്റിയ സിനിമയാണ്. ഇപ്പൊ കുടുംബമായിട്ട് വന്നിരുന്ന് കാണാം. സിനിമ എന്നുള്ളത് വർഗീയതയായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. സിനിമ തന്നെയായിട്ട് കാണണം എന്നുള്ള കാര്യമാണ് ചേട്ടൻ പറഞ്ഞത്. അതെ.